ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു നോർമൽ സിമ്പിൾ ഈസി ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു 1.5 കിലോ ചിക്കൻ നുറുക്കി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മീഡിയം സൈസിൽ 3 സവാള വേണം, ഒരു ടൊമാറ്റർ, ഒരു കുടം വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി പീസ്, കറി ലീഫ്, 2 പച്ചമുളക് നമുക്ക് വേണം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്താണ് വേണ്ടത്. നമ്മളിവിടെ എല്ലാം നന്നായി നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള കുറച്ച് തിന്നായിട്ട് വേണം അരിയാൻ, അത് വഴണ്ട് വരേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. യൂഷ്വലി നാടൻ ചിക്കനാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുന്നത്, പക്ഷേ ഞാനിവിടെ ചിക്കൻ കറിക്ക് യൂസ് ചെയ്യാറുണ്ട്. ബോയിലർ ചിക്കൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ട് തോന്നിയുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പാത്രം വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ 3 to 4 സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചിട്ട് തേങ്ങാക്കൊത്ത് നമ്മളിട്ടു. തേങ്ങാക്കൊത്ത് ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരണം, നല്ലപോലെ ഫ്രൈ ആയി വരണം. അതൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ നന്നായി അത് ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സവാള നമുക്ക് ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്ത് ഇതിന് എണ്ണയിൽ നല്ലപോലെ അതും വഴന്ന് വരണം, നല്ലപോലെ ഇളക്കിയിടുക. നമ്മൾ കുറച്ച് ഉപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അതൊരു ഹാഫ് വെന്ത് കഴിയുമ്പം, ഒരു ഹാഫ് വഴന്ന് കഴിയുമ്പം നമ്മൾ ഈ സമയത്ത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളകും കറി ലീഫും ഈ സമയത്ത് തന്നെ ആഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞ് സവാളയ്ക്ക് മുന്നേ നമുക്കതിട്ട് റോസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ സമയത്ത് ഇടുന്നതാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്, കാരണം അത് കരിഞ്ഞു പോകത്തില്ല, എല്ലാം ഒരേ രീതി വരും. ഇപ്പം സവാള ഹാഫ് വേവേ ആയിട്ടുള്ളൂ. ഈ സമയം ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ രീതിയിൽ നല്ലപോലെ വഴന്ന് വരും. ഇപ്പോൾ സവാളയും ഉള്ളി വെളുത്തുള്ളി എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലകൾ ഇടാം. നമ്മൾ ഇടുന്നത് 2 സ്പൂൺ ചില്ലി പൗഡറാണ്. അത് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ 1 സ്പൂൺ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1 സ്പൂൺ ചിക്കൻ മസാല, ഹാഫ് സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിനെ നമ്മളൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ സോട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നു. ടൊമാറ്ററിനെ ഒരു 2-3 മിനിറ്റ് നമ്മൾ നല്ലപോലെ വഴറ്റണം. ഇപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ കഴുകിയെല്ലാം വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത ശേഷം നമുക്കത് നല്ലതായി മസാലയിൽ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ച് നമുക്ക് വെക്കണം. ഇത് നമ്മൾ ഈ സമയം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം ഇത് ഒരു മാരിനേഷൻ പോലാണ്. ഈ സമയം നല്ലപോലെ ചിക്കനിൽ ഉപ്പും മുളക് പൊടിയൊക്കെ നല്ലപോലെ പിടിച്ച് വരും. ഈ സമയം നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വെക്കുമ്പോൾ നല്ലപോലെ ഇളക്കി വെക്കുക. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കറി ലീഫ് ഓൾറെഡി ഉണ്ട്, എന്നാലും ഞാൻ കുറച്ചും കൂടെ കറി ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്തു. നമ്മൾ അടച്ച് വെച്ചു ഒരു 5 മിനിറ്റ്. ആ 5 മിനിറ്റിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഈ ചിക്കനെ നമ്മൾ ഇളക്കി ഇടുന്നുണ്ട് ഇവിടെ. ഇനി എവിടെയെങ്കിലും ഭാഗങ്ങളൊക്കെ ചിക്കൻ പിടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഇളക്കിയിട്ടു. നന്നായി ഇളക്കി യോജിപ്പിച്ചു എല്ലാ ഭാഗത്തും. എന്നിട്ട് നമ്മളൊരു ശകലം കുറച്ചൊരു 3-4 സ്പൂണെന്ന് പറയാം, അത്രയും വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് ഇവിടെ. അത് ആ മസാല ഒന്ന് ലൂസായിട്ട് വരാനും ഇനിയും എവിടെയെങ്കിലും ഭാഗങ്ങൾ ചിക്കനിൽ മസാല പിടിക്കാനുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ടും ഒരു ശകലം വെള്ളം നമ്മൾ ഒഴിച്ചിവിടെ. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ചിക്കൻ വേവിക്കാനുള്ള സമയം നമ്മൾ എന്നിട്ട് കൊടുക്കണം, ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ കൊടുക്കണം. ഇവിടെ എല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ചു. നമ്മളിനി അതിനെ അടച്ച് വെക്കാൻ പോവാണ്. അടച്ച് വെച്ച് ഒരു സമയം 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ കണ്ടു ഗൈസ്, ഇതിനകത്ത് വെള്ളം ഓൾറെഡി വന്നു. അത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്.
ഗ്രേവി ഇത്രയും മതിയെങ്കിൽ നമുക്കിവിടെ ഇതിവിടെ നിർത്താം. നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഇനി നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. കസ്തൂരി മേത്തി അല്ലെങ്കിൽ നമ്മുടെ കൊറിയാണ്ടർ ലീഫ്, മല്ലിയില, എന്ത് വേണേലും ആഡ് ചെയ്യാം. ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതും പ്രശ്നമല്ല ഗൈസ്. കാരണം ടേസ്റ്റിലൊന്നും അത് വ്യത്യാസം വരില്ല. കാരണം നമ്മൾ ഓൾറെഡി കറി ലീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ആഡ് ചെയ്ത് ഇളക്കുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ കറി, ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഈ ഗ്രേവി മതിയെങ്കിൽ ഇത് മതി. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ ശകലം കൂടെ വാട്ടർ ആഡ് ചെയ്തെടുത്തു. നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.